കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഏഷ്യയിലെ പ്രമുഖ നേത്രചികിത്സാ സ്ഥാപനമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ച വൈകല്യ നിയന്ത്രണ പരിപാടിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 75ാമത് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് ക്യാമ്പ് നടന്നത്. ക്യാമ്പ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ KS ബിനു ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും അതോടൊപ്പം ഈ ക്യാമ്പിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയമുള്ള അമ്മമാരെ, അച്ഛന്മാരെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് ആ പ്രവർത്തനത്തിൻ്റെ 75ാമത് ക്യാമ്പാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. 75ാമത് ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ റൂവൽ സിംഗണ്ണം പറഞ്ഞതുപോലെ 10 വർഷമായി സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റും അരവിന്ദ് ഐ ഹോസ്പിറ്റലും ചേർന്നുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവരുടെ നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ട് സർജറി ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് 10 വർഷം പിന്നിടുകയാണ്. ഓരോ തവണ ക്യാമ്പ് നടത്തുമ്പോഴും നൂറുകണക്കിന് ആൾക്കാരാണ് ഈ സേവനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ എല്ലാവരുടെയും സഹകരണമുണ്ടെങ്കിൽ മാത്രമേ ആ ക്യാമ്പ് പൂർണ്ണമായ തരത്തിൽ ഇത്തരത്തിലൊരു ക്യാമ്പ് നമുക്ക് സംഘടിപ്പിച്ച് വിജയിപ്പിക്കുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചുമെല്ലാം തന്നെ ഇവിടെ സൂചിപ്പിച്ചു. നിങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ പറഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാലും അതിലൊന്നും അങ്ങ് പരിഭവിച്ചു പോകുന്ന ആളല്ല റൂവൽ സിംഗണ്ണൻ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാര്യം ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകൾ ഈ പൊതുസമൂഹത്തിൽ നടത്തുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇപ്പോൾ ഓൾഡേജ് ഹോമിൻ്റെയും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഹോമിൻ്റെയും എല്ലാം തന്നെ ഉദ്ഘാടനം ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞതേയുള്ളൂ. വളരെ സാധാരണപ്പെട്ട വളരെ സമ്പന്നമായിട്ടുള്ളൊരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളൊന്നുമല്ല. വളരെ സാധാരണപ്പെട്ട സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരെക്കാളും സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച് ജീവിതത്തോട് പടവെട്ടി ചെറിയ ചെറിയ സമ്പാദ്യങ്ങളുണ്ടാക്കി ആ സമ്പാദ്യങ്ങളും മറ്റുള്ളവരുടെ സഹായങ്ങളും ആദ്യഘട്ടത്തിൽ ആരും തന്നെ സഹായിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴാണ് അത്യാവശ്യം ചില ആ സഹായങ്ങളിലേക്ക് എത്തുന്നില്ല. ഒരു മാസം തന്നെ പറയുകയുണ്ടായി 20 ലക്ഷം രൂപയാണ് ഏറ്റവും താഴ്ന്ന ചിലവ് എന്ന്. അത്രയും ചിലവാകും. ആ 20 ലക്ഷം രൂപ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം പൂർണ്ണമായി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കാർക്കും ഇല്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അത്തരത്തിൽ ഒരു സാധാരണക്കാരന് ഈ സമൂഹത്തിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമ സ്വന്തം സഹജീവികളെ സ്നേഹിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും വേണ്ടി കഴിയുക എന്നുള്ളതാണ്. അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ് ഒരുപക്ഷെ ഞങ്ങൾക്കാർക്കും പോലും കഴിയാത്ത തരത്തിലുള്ള ഇടപെടലുകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പൊതുസമൂഹത്തിൽ. ആ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇത്തരത്തിൽ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ച് അതിൻ്റെ 75ാമത്തെ ക്യാമ്പ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ നോക്കുമ്പോൾ കൂടുതൽ പേരുടെ മുഖത്തും ഒരു കണ്ണാടിയുണ്ട്. പണ്ടൊക്കെ കാലഘട്ടത്തിലാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ കാഴ്ചയ്ക്ക് എല്ലാവർക്കും കുറവ് വരും. അത് നമുക്ക് സ്വാഭാവികമായും ആരോഗ്യ പ്രശ്നങ്ങൾ പ്രായത്തിനനുസരിച്ച് നമുക്കെല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ അന്ന് സ്വാഭാവികമായും പ്രായമുള്ളപ്പോൾ കാഴ്ച കുറവ് വരുമെന്നുള്ള പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ ആരും ഒരു ചികിത്സ പോലും നടത്തിയിരുന്നില്ല. സമൂഹത്തിൽ അത്തരത്തിലൊരു ബോധമേ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്ക് പോലും ഇന്നിപ്പോൾ വലിയ മൊബൈൽ ഉപയോഗിക്കുന്നവരുണ്ട്, ആഹാരക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്.
ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് കുട്ടികൾക്ക് പോലും ഇത്തരത്തിൽ കാഴ്ച പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു പ്രായം കഴിയുമ്പോൾ തിമിരം വരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള നിരവധിയായ ചികിത്സകളുണ്ട്. ആ ചികിത്സയ്ക്കെല്ലാം തന്നെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ അരവിന്ദ് ഐ ഹോസ്പിറ്റലാണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ വേണ്ടി കഴിയും. ഏറ്റവും വിശ്വാസ്യതയോടുകൂടി കഴിഞ്ഞ നിരവധി വർഷക്കാലമായി അരവിന്ദ് ഐ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന, നമുക്ക് എണ്ണിത്തീർക്കുവാൻ വേണ്ടി കഴിയാത്ത, കണക്കെടുക്കുവാൻ വേണ്ടി കഴിയാത്ത ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ കാഴ്ച തിരിച്ചു നൽകിയ, അല്ലെങ്കിൽ അവരുടെ നേത്രത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള അസുഖങ്ങൾക്ക് പരിഹാരം ചികിത്സിച്ച് നേടിയെടുക്കുവാൻ വേണ്ടി, തിരികെ കാഴ്ച നേടിയെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വിശ്വാസ്യമായിട്ടുള്ള ഒരു ആശുപത്രിയാണ്. നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാകും, പകുതി അസുഖം നമുക്ക് അവിടെ ചെല്ലുമ്പം തന്നെ നമുക്ക് മാറിക്കിട്ടും. ചില ഡോക്ടറെയും ആശുപത്രിയെയും അതിൻ്റെ പരിചാരകരെയും കാണുമ്പോൾ നമ്മുടെ മനസ്സിന് നമുക്ക് കുളിർമയേകും എന്ന് പറയുന്നത് പോലുള്ളൊരു അന്തരീക്ഷമാണ്. എല്ലാവരെയും സമഭാവനയോടുകൂടി കണ്ടുകൊണ്ട് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയുടെ ഭാഗമായി കൂടി പ്രവർത്തിക്കുന്നതാണ് അരവിന്ദ് ഐ ഹോസ്പിറ്റൽ എന്നും നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ സമുദ്രയും അരവിന്ദും ചേർന്നുകൊണ്ട് ഇത്തരം മഹത്തരമായിട്ടുള്ള ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ, അതിലെത്തിച്ചേർന്നതിൽ, അവിടെ നിങ്ങളെ കാണുവാൻ വേണ്ടി കഴിഞ്ഞതിൽ, ഇതിൻ്റെ 75ാമത് ക്യാമ്പിൻ്റെ ഉദ്ഘാടകനായി കഴിഞ്ഞതിലെല്ലാം തന്നെ ഏറ്റവും സന്തോഷമുണ്ട് എന്ന് പറയുകയാണ്. ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല. എല്ലാവരും ഇതിനോടൊപ്പം ചേർന്ന് സഹകരിക്കണം. എല്ലാവരും ഒരേ ആവശ്യത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നവരാണ്. നമുക്ക് ഇത്തരം സംരംഭങ്ങളെ കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് ശേഷവും നിരവധിയായിട്ടുള്ള ആൾക്കാർക്ക് ഈ സേവനം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള കരുതലും ഇടപെടലുകളും സമുദ്രതീരത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നടത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഉർവൽ സിംഗ് എം സ്വാഗതം ചെയ്ത് സംസാരിച്ചു. 75 മാസമല്ല നമ്മൾ ഈ ക്യാമ്പ് തുടങ്ങിയിട്ട് വേണ്ടത് 10 വർഷം പിന്നിടാൻ പോവുകയാണ്. ഈ 10 വർഷത്തിനിടെ ഏതാണ്ട് 10,000-കണക്കിന് ഓപ്പറേഷനുകളാണ് നമുക്ക് ഈ ക്യാമ്പിലൂടെ ചെയ്യുവാൻ കഴിഞ്ഞത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ക്യാമ്പിലൂടെ വന്നു പോയത്. അത് കേരളത്തിലെ 4 ജില്ലകളിൽ നിന്ന് എത്തപ്പെടുന്ന ആളുകളാണ് ഇന്ന് ഈ ക്യാമ്പിൽ എത്തിയിട്ടുള്ളത്. ഏതാണ്ട് 300-350 ഓപ്പറേഷനുകൾ എല്ലാ മാസവും നമുക്ക് ഇതിലൂടെ ചെയ്യുവാൻ കഴിയുന്നുണ്ട്. ഈ ക്യാമ്പ് നടത്തുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ചില സമയങ്ങളിൽ ഞങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് ഈ ക്യാമ്പിൻ്റെ വന്നു ചേരുന്ന ഓരോരുത്തരെയും ഇടപെടലുകളും മറ്റു കാര്യങ്ങളും. ഇത് ക്ഷമിക്കാനുള്ള മനസ്സ് ആർക്കുമില്ല. ഇന്ന് രാവിലെയും ഞാൻ 5:30 മണിക്ക് വന്ന് ഗേറ്റ് തുറക്കുമ്പോൾ, ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പം തന്നെ ആ ലൈനിൽ നിൽക്കാൻ പോലും ആർക്കും സമയം കിട്ടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കും തിരക്കുമാണ്. ഞാനാണ് മുന്നേ വന്നത്, എനിക്ക് മുന്നിൽ നിൽക്കണം എന്ന രീതിയിലുള്ള സംസാരങ്ങളാണ്. നിങ്ങളെ കണ്ണിൻ്റെ കാഴ്ചയാണ് നമുക്ക് വലുത്. നിങ്ങൾക്കും വലുത് അത് തന്നെയാണ്. നിങ്ങൾ അതിനു വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്കും നിങ്ങളുടെ കാഴ്ച തിരിച്ചു തരുമ്പോൾ ആ കിട്ടുന്ന സന്തോഷം ഞങ്ങൾക്ക് ഏറെ വലുതാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം ക്യാമ്പുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ കണ്ണിൻ്റെ ക്യാമ്പ് മാത്രമല്ല നടത്തുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. സൗജന്യമായിട്ട് ആംബുലൻസിൻ്റെ സേവനം ഈ നാട്ടിലെ എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുന്ന തരത്തിലാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ആംബുലൻസിൻ്റെ ഓട്ടത്തിന് വേണ്ടി ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങാതെയാണ് അത്തരം പ്രവർത്തനം നടത്തി വരുന്നത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് തുടങ്ങിയ അന്ന് മുതൽ അവിടെ ഞങ്ങളൊരു ക്യാഷ് ഔട്ടിൽ ഒരു അലമാര സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾ പോകുമ്പോൾ അവിടെ കാണാൻ കഴിയും. ആ അലമാരയിലും നിറയെ വസ്ത്രങ്ങളാണ്. രാത്രി സമയങ്ങളിൽ ഒരാൾ ആക്സിഡൻ്റായി ചെന്നാൽ തൊട്ടടുത്ത കടകളൊന്നും കാണില്ല. ബ്ലഡിൽ കുളിച്ച് ചെല്ലുന്ന ഓരോ ആളുകൾക്കും ആ അലമാരയിൽ നിന്ന് വസ്ത്രങ്ങൾ എടുക്കാം. ആ മെഡിക്കൽ കോളേജിൽ ഒരാൾ മരണപ്പെട്ടാൽ
അവിടെ അലമാരയിൽ വെച്ചിരിക്കുന്ന വസ്ത്രം എടുത്തുകൊണ്ട് പുതപ്പിക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള സംരംഭമാണ് ഞങ്ങൾ തുടക്കം കുറിച്ചത്. ഇന്ന് 10 വർഷം പിന്നിടാൻ പോവുകയാണ്. അതുപോലെ തന്നെ വയോജന കേന്ദ്രം, ആരുമില്ലാത്ത അച്ഛന്മാരെയും അമ്മമാരെയും ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ഏതാണ്ട് 6 വർഷം പിന്നിടുകയാണ് വയോജന കേന്ദ്രം തുടങ്ങിയിട്ട്. കഴിഞ്ഞ മാസം പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അച്ഛന്മാർക്കും അമ്മമാർക്കും വേണ്ടി മാത്രമല്ല, കുട്ടികളെ കൂടി ഏറ്റെടുത്തിരിക്കുക. ഏതാണ്ട് സർക്കാരിൻ്റെ അംഗീകാരത്തിലുള്ള CWC-ന്ന് 8 കുഞ്ഞു കുരുന്നുകളെ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെയും പ്രവർത്തനം നടത്തുകയാണ്. എനിക്ക് 2 മക്കളാണ്. ഇപ്പോൾ ഏതാണ്ട് 10 മക്കൾ എനിക്കായി. അതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളും താമസിക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതുമെല്ലാം ഈ കുട്ടികളുടെ കൂടെയാണ്. ആ കിട്ടുന്ന സ്നേഹം ഞങ്ങൾക്ക് ഏറെ വലുതാണ്. അതുതന്നെ നിങ്ങളും ഇവിടെ വന്നു പെട്ട ഓരോരുത്തരും നിങ്ങളും വന്നത് കാണണം. ഇന്നിപ്പം 3 സെൻറ്ററായി മാറിയിരിക്കുകയാണ്. അച്ഛന്മാർക്ക് സെപ്പറേറ്റായും അമ്മമാർക്ക് സെപ്പറേറ്റായും കുട്ടികൾക്ക് സെപ്പറേറ്റായും 3 സെൻറ്ററായി തൊട്ടടുത്തായി പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. നല്ല അത്യാധുനിക സൗകര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പുതിയതായി വീണ്ടും ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു പാർക്ക് കൂടി ഞങ്ങൾ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് മുമ്പ് അതിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ വീട്ടിലും ഒറ്റപ്പെട്ട് കഴിയുന്ന ഓരോരുത്തരെയും ഞങ്ങളെ വിളിക്കാം. നിങ്ങൾക്ക് അവിടെ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരോടൊപ്പം സംസാരിക്കാനും കുട്ടികളോടൊപ്പം ചെലവഴിക്കാനും വേണ്ടിയാണ് ആ പാർക്കിൻ്റെ പ്രവർത്തനം ഞങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ആരും ഒറ്റപ്പെട്ടു പോകരുത് എന്ന ചിന്ത ഞങ്ങളുള്ളിലും ഉള്ളതുകൊണ്ട് അത്തരം പ്രവർത്തനത്തിന് വേണ്ടി തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതിനെല്ലാം നിങ്ങളുടെ സഹായവും സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു മാസത്തെ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചിലവ് ഏതാണ്ട് 20 ലക്ഷം രൂപയാണ്. 20 ലക്ഷം രൂപയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് പൂർത്തീകരിക്കുവാൻ കഴിയൂ. ഏതാണ്ട് 4 BSc നഴ്സുമാരുൾപ്പെടെ MSW പഠിച്ച ലീഗൽ അഡ്വക്കേറ്റ് ഉൾപ്പെടെ ഇതിൻ്റെ സ്റ്റാഫുകളായി പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ നോക്കിപ്പോകുന്നതിന് ഇപ്പോഴേറെ പ്രയാസപ്പെട്ടാണ് അതിൻ്റെ പ്രവർത്തനം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. മറ്റ് വരകളൊന്നും ഇല്ലാതെ ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളാണ് ഞങ്ങൾക്ക് തുണയായും കരുത്തായും നിൽക്കുന്നത്. അതിന് പറയാൻ കാരണം ഈ ഉദ്ഘാടന ദിവസങ്ങളിൽ കല്ലുവാതുക്കൽ പഞ്ചായത്തിൻ്റെ എല്ലാ കുടുംബശ്രീകളും അവിടെ എത്തുകയുണ്ടായി. വെറും കൈവീശിയല്ല വന്നത്. ഈ അച്ഛന്മാർക്കും അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടുന്ന എല്ലാ സാധനങ്ങളും, പാത്രം മുതൽ ബാഗ് മുതൽ എല്ലാം ആ കുടുംബത്തിലേക്ക് എത്തിപ്പെടുവാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ അവർ വന്ന് അവിടെ കണ്ടപ്പോഴാണ് മനസ്സിലായത് കല്ലുവാതുക്കൽ പഞ്ചായത്തിൽ ഇങ്ങനൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായത്. അവർ പറഞ്ഞിട്ട് പോയി, ഞങ്ങൾ ഓണത്തിനെത്തും, വെറും കൈയോടെയല്ല, കുട്ടികളെ സഹായിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളുമായി ഞങ്ങൾ എത്തുമെന്ന് പറയുകയുണ്ടായി. അതാണ് ഞങ്ങളുടെയും സന്തോഷം. ഇവിടെ എത്തിപ്പെട്ട ഓരോരുത്തരും അവിടെ വന്ന് കാണണം. തുടർന്ന് അരവിന്ദ് കണ്ണാശുപത്രിയിലെ ഡോക്ടർ ഫാസി, അരവിന്ദ് കണ്ണാശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ ഹേമചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സമുദ്ര ഫോക്ലോർ അക്കാദമി ചെയർമാൻ അജിത് ലാൽ ചടങ്ങിൽ നന്ദി പറഞ്ഞു. ഈ ക്യാമ്പ് കൊണ്ട് നമ്മൾ മെയിൻ ഉദ്ദേശിക്കുന്നത് തിമിരം കണ്ടുപിടിക്കുകയും ആവശ്യമുള്ളവർക്ക് തിമിര ശസ്ത്രക്രിയ അഡ്വൈസ് ചെയ്യുകയാണ്. ഇവിടെയുള്ള എല്ലാവർക്കും തിമിരം മാത്രമായിരിക്കില്ല. ചിലവർക്ക് കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിച്ച, ഷുഗർ ബാധിച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും. കണ്ണിൻ്റെ പ്രഷർ കൂടുതലായിരിക്കാം, ഗ്ലോക്കോമ എന്ന് പറയും. അങ്ങനെ പല പല രോഗങ്ങൾ കാണും കണ്ണിൽ. അപ്പോൾ നിങ്ങൾ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആവശ്യമായ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് അത് പെട്ടെന്ന് പറയുകയും നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ ചികിത്സിച്ച പേപ്പേഴ്സ് അല്ലെങ്കിൽ മരുന്നുകൾ അതൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഡോക്ടേഴ്സിനെ കാണിക്കാൻ. അപ്പോൾ ആവശ്യമായ ഡോക്യുമെൻറ്റ്സൊക്കെ പേപ്പേഴ്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുള്ള പേപ്പേഴ്സ് അല്ലെങ്കിൽ മരുന്നുകൾ അതെല്ലാം ഡോക്ടേഴ്സിനെ കാണിച്ചാൽ പെട്ടെന്ന് രോഗനിർണയത്തിലോട്ട് എത്താൻ കഴിയുന്നതാണ്. പിന്നെ ഈ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്ന പ്രഷറിനുള്ള മരുന്ന്, ഷുഗറിനുള്ള മരുന്ന്, കൊളസ്ട്രോള്, ചിലവർ ആയുർവേദ മെഡിസിൻ എടുക്കുന്നുണ്ടായിരിക്കും, ഹോമിയോ മെഡിസിൻ എടുക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ ഡോക്ടേഴ്സിനോട് പറയേണ്ടതാണ്. കാരണം അതൊക്കെ ഇമ്പോർട്ടൻസ് ആണ്. ചിലവർ ഫിക്സിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരിക്കും, ജെന്നിക്ക്. അതൊക്കെ നിങ്ങൾ ഡോക്ടേഴ്സിനോട് പറയണം. നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് അത് വളരെ ലിമിറ്റഡ് ടൈം കൊണ്ട് ഡോക്ടേഴ്സിനോട് പറയുക.
തിമിരം ചെറിയ തിമിരമാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്താൽ മതിയായിരിക്കും. അല്ലാതെ നല്ല കട്ടിയുള്ള തിമിരമൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് എന്താണ് ബുദ്ധിമുട്ട് അത് നിങ്ങൾ ഡോക്ടേഴ്സിനായിട്ട് പറയുക. അപ്പം ഈ ക്യാമ്പ് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. പൊതുവേ നമ്മൾ ക്യാമ്പ് നടത്തി അന്നേ ദിവസം തന്നെ നമ്മൾ കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം മാത്രം കുറച്ച് ഇവിടെ ആശുപത്രിയുടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു ചൊവ്വാഴ്ച സാറിനെ വിളിച്ച് റൂൾ സിംഗ് സാറിനെ വിളിച്ച് പറഞ്ഞപ്പോൾ സാർ ആദ്യം പറഞ്ഞത് പറ്റില്ല, കാരണം എല്ലാവരെയും നമ്മൾ അന്ന് തന്നെ കൊണ്ടുപോകണം സാറ് പറഞ്ഞതാണ്. പക്ഷേ അവിടുത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടുത്തെ ഒരു പണി തുടങ്ങാറായി. പിന്നെ അവിടെ സ്ഥലം നമ്മൾ കൊണ്ടുപോയാലും ചിലപ്പോൾ പേഷ്യൻസിന് പുറത്ത് നിൽക്കേണ്ടി വരും. അങ്ങനെ കുറേ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് മാറ്റി വെച്ചത്. ചൊവ്വാഴ്ച രാവിലെ ഒരു 12 മണിയാകുമ്പോൾ ഇവിടെ നമ്മുടെ സമുദ്രതീരത്തിന് ഓൾഡ് ഏജ് ഹോമിന് വന്നാൽ മതി. ഞാനും എൻ്റെ സ്റ്റാഫും കൂടെ ഉണ്ടാവും. അപ്പോൾ അന്ന് വന്ന് കൊണ്ടുപോകാനുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ കൊണ്ടുപോകാം. അപ്പോൾ അതിന് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷേ അത് ശ്രമിക്കണം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇവിടെ വെച്ച് നേത്ര പരിശോധന എല്ലാം ചെയ്തിട്ട് തിമിരത്തിന് ആൾക്കാരെയാണ് കൊണ്ടുപോകുന്നത്. തിമിരമുള്ള ആൾക്കാർ ദയവേത് നിങ്ങളുള്ള രോഗം ഡോക്ടറോടും ഇവിടുത്തെ സ്റ്റാഫിനോടും തുറന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കാരണം ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ രോഗം തുറന്ന് പറയുന്നില്ല, ചിലപ്പോൾ മറന്നു പോകാം. എന്നാലും നമ്മൾ ഓർമ്മിപ്പിക്കാം. പക്ഷേ കൂടുതലായിട്ട് നിങ്ങളുടെ രോഗം എന്ന് വെച്ചാൽ 10, 15 അല്ല 30, 40 കൊല്ലത്തിന് മുമ്പ് ഉള്ള രോഗമായാലും ദയവേത് അത് ഒന്ന് തുറന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും. അതേപോലെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് ഹാർട്ട് അറ്റാക്കോ മറ്റേ ആൻജിയോവോ അങ്ങനെ ഹാർട്ടിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഒരു മെഡിസിൻസ് എടുക്കാറുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയും നമ്മൾ കൊണ്ടുപോകില്ല. ഒരു ഫിറ്റ്നസ് ഫോം തരും 6ാമത്തെ കൗണ്ടറിൽ വരുമ്പോൾ. അപ്പോൾ ആ ഫിറ്റ്നസ് ഫോമിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടറെ കണ്ട് ഒപ്പ് മേടിച്ച് ഒരു ബൈസ്റ്റാൻഡറുമായിട്ട് നേരിട്ട് നമ്മൾ ആശുപത്രിക്ക് വന്ന് ചെയ്താൽ മതി. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു സന്ദർഭം കൊടുത്ത ഈ റൂൾ സിംഗ് സാറിനും അതേപോലെ ഒവ്വൊരു മാസവും നമ്മൾ ക്യാമ്പ് നടത്തുമ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ പേഷ്യൻസിനും പിന്നെ ഇവിടെ ഉള്ള എല്ലാ സമുദ്രത്തിലുള്ള മെമ്പേഴ്സിനും നന്ദി അറിയിക്കുന്നത്. താങ്ക് യു. നമുക്കറിയാം കണ്ണിൻ്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ തന്നെ വന്നവരാണ് എല്ലാവരും. യോഗത്തിൽ ഇനി ഒരു അധിക പ്രസംഗം പറയുന്നതിനേക്കാൾ നല്ലത് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി എല്ലാ മാസവും അവസാന ഞായറാഴ്ച സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തി വരുന്നുണ്ട്. ആകെ 400 പേരെ പരിശോധിച്ച ക്യാമ്പിൽ നിന്നും 173 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.